എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോംകാർക്കും BBAക്കാർക്കും ഒരേപോലെ വരുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെയും അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെയും ഡിഫറൻസസുകളാണ്. നമുക്കറിയാം, ഈ ഒരു സബ്ജക്റ്റിൽ 5 മാർക്കിന് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം തന്നെ ഡിഫറൻസസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ള മുഴുവൻ ഡിഫറൻസസും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാനുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ അബ്സോർപ്ഷനും അലൊക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്യുന്നത് അത്തരം ഡിഫറൻസസ് ആണ്. ആദ്യം തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി ആണ്, എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഓപ്ഷണൽ ആണ്. ഒരു കമ്പനി നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് നിർബന്ധമില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോക്കസസ് ഓൺ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഇന്റേണൽ റിപ്പോർട്ടിങ്ങിനെയാണ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോളോസ് ഗ്യാപ്പ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അത്തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് ഫോളോ ഗ്യാപ്പ്, എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഇല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പാസ്റ്റ് ഡാറ്റ. കഴിഞ്ഞു പോയ ഡാറ്റയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഡാറ്റ. പാസ്റ്റ് ഡാറ്റയും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്, ഫ്യൂച്ചർ ഡാറ്റയും ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കൺസേൺ വിത്ത് പ്രോഫിറ്റബിലിറ്റി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൺസേൺ ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺ വിത്ത് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് അക്കൗണ്ടിങ് കൺസേൺ ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോൾ ആണ്. അപ്പോൾ ആദ്യത്തെ 5 ഡിഫറൻസ് നമ്മൾ പഠിച്ചു. കമ്പൽസറി ആണ്, എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഓപ്ഷണൽ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് ഗ്യാപ്പ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് ഗ്യാപ്പ് അല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട് ചെയ്യുന്നത് പാസ്റ്റ് ഡാറ്റയാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട് ചെയ്യുന്നത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഡാറ്റയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോഫിറ്റബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് കൺട്രോളിനാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൺസേൺ വിത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തായിരിക്കും, കോസ്റ്റ് റിപ്പോർട്ടിംഗ് ആയിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഫ്ലെക്സിബിൾ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹോൾ ബിസിനസിന്റെ അക്കൗണ്ട് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹോൾ ബിസിനസിന്റെ ഒരു പാർട്ട് മാത്രമാണ്. കമ്പനിയുടെ പെർഫോമൻസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, എന്നാൽ കോസ്റ്റ് പെർഫോമൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് ആനുവലി ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രീക്വൻലി ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റിംഗ് ഇല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ പാർട്ടീസിനാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്റേണൽ പാർട്ടീസിനാണ്. പഠിക്കാൻ പറ്റുന്നവര് ഈ ഡിഫറൻസ് 12 എണ്ണവും പഠിച്ചു വെക്കുക. എന്നാൽ ഉഴപ്പി നടക്കുന്നവരുണ്ടാവും. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും പഠിപ്പിസ്റ്റ് ആയിട്ടുള്ളവരൊന്നും ആയിരിക്കില്ല. അവസാന നിമിഷം പഠിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കി പോകുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ടുള്ള 5 ഡിഫറൻസ് പറഞ്ഞു തരാം, 5 മാർക്കിന്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ഓർക്കുക, കമ്പൽസറി ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് നോട്ട് കമ്പൽസറി. ഒന്ന് സെറ്റായല്ലോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്റേണൽ പാർട്ടിയാണ്. നാലാമത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഡിറ്റഡ്, കോസ്റ്റ് അക്കൗണ്ടിങ് നോട്ട് ഓഡിറ്റഡ്. അഞ്ചാമതായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാസ്റ്റ് ഡാറ്റ, കോസ്റ്റ് അക്കൗണ്ടിങ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഡാറ്റ. ഓക്കെ, അടുത്തതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് കാൽക്കുലേഷൻസ് ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്.
കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് കൺട്രോളിനാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓവറോൾ മാനേജ്മെന്റിനാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പാസ്റ്റ് ഡാറ്റയാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫ്യൂച്ചർ ഡാറ്റയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ബഡ്ജറ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോർകാസ്റ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അലൊക്കേഷൻ ആണ് ഡീൽ ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ടാക്ടിക്കൽ ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് സ്ട്രാറ്റജിക്കൽ ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് എഫിഷ്യൻസി ആണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് എഫിഷ്യൻസി ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൈസിംഗ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നു, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോസ്റ്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും യൂസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് ആണ് കൺസിഡർ ചെയ്യുക, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിലും നിങ്ങൾക്ക് എളുപ്പമുള്ള 5 പോയിന്റ് ഓഫ് ഡിഫറൻസ് പഠിച്ചു വെക്കുക. അടുത്തതാണ് ജോബ് കോസ്റ്റിംഗും കോൺട്രാക്ട് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസസ്. ജോബ് കോസ്റ്റിംഗ് ഷോർട്ട് ടേം ഡ്യൂറേഷൻ ആയിരിക്കും, കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് ടേം ഡ്യൂറേഷൻ ആയിരിക്കും. ജോബ് കോസ്റ്റിംഗിന്റെ ഡ്യൂറേഷൻ ഷോർട്ട് ടേം ആണ്, കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ഡ്യൂറേഷൻ ലോങ് ടേം ആണ്. ജോബ് കോസ്റ്റിംഗ് ലെസ് കോംപ്ലക്സ് അല്ല, എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് മോർ കോംപ്ലക്സ്. ജോബ് കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ജോബ് ഓർഡർ, ഒരു സ്പെസിഫിക് ജോബ് ഓർഡറിന്റെ ബേസിസിലായിരിക്കും ജോബ് കോസ്റ്റിംഗ്. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺട്രാക്ട് കോസ്റ്റിംഗ്. ജോബ് ഈസ് ഇൻ ഫാക്ടറി, വർക്ക് ചെയ്യുന്നത് ഫാക്ടറിയിലായിരിക്കും. കോൺട്രാക്ട് ഈസ് ഇൻ വർക്ക് സൈറ്റ്, കോൺട്രാക്റ്റുകൾ സൈറ്റുകളിലായിരിക്കും. ജോബ് കോസ്റ്റിംഗിൽ കസ്റ്റമൈസ്ഡ് ജോബ് ഉണ്ടായിരിക്കും, കോൺട്രാക്ട് കോസ്റ്റിംഗിൽ ലാർജ് പ്രോജക്ട്സുകളാണ് ഉണ്ടാവുക. ജോബ് കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ജോബ് കംപ്ലീഷൻ, ജോബ് കംപ്ലീറ്റ് ആകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോബ് കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഉണ്ടാവുക. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കോൺട്രാക്റ്റിന്റെ പ്രോഗ്രസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതേപോലെ പ്രോസസ് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ് കോസ്റ്റിംഗിൽ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആയിരിക്കും, ജോബ് കോസ്റ്റിംഗിൽ സ്പെസിഫിക് ജോബ് ഓർഡേഴ്സ് ആയിരിക്കും. പ്രോസസ് കോസ്റ്റിംഗിൽ ഹോമോജീനിയസ് പ്രോഡക്ട്സും, എന്നാൽ ജോബ് കോസ്റ്റിംഗിൽ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും. പ്രോസസ് കോസ്റ്റിംഗിൽ പ്രൊഡക്ഷൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ്, ജോബ് കോസ്റ്റിംഗിൽ പ്രൊഡക്ഷൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടല്ല. പ്രോസസ് കോസ്റ്റിംഗിൽ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ ജോബ് കോസ്റ്റിംഗിൽ ജോബ് കോസ്റ്റ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആകുന്നത് മാസ് പ്രൊഡക്ഷൻ ആണ്, ജോബ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആകുന്നത് യുണീക്ക് പ്രോഡക്ട്സിനാണ്. അതുപോലെ പ്രോസസ് കോസ്റ്റിംഗിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എപ്പോഴും എക്സിസ്റ്റഡ് ആയിരിക്കും, ജോബ് കോസ്റ്റിംഗിൽ മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ആണ്. മറ്റൊരു പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ് അലൊക്കേഷനും അബ്സോർപ്ഷനും തമ്മിൽ. അലൊക്കേഷൻ ഓഫ് ഓവർഹെഡും അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡും. അലൊക്കേഷനിൽ നോക്കുക, എൻറ്റയർ എമൗണ്ട് ഓഫ് ഓവർഹെഡ് ഈസ് ചാർജ്ഡ് ടു ഡിപ്പാർട്ട്മെന്റ്. മൊത്തത്തിലുള്ള ഓവർഹെഡ് ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യുന്നതിനെയാണ് അലൊക്കേഷൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ എമൗണ്ട് ഈസ് ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കോസ്റ്റിന്റെ കൂടെ എൻറ്റയർ എമൗണ്ട് ആഡ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അലൊക്കേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അലൊക്കേഷൻ. എന്നാൽ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ ഫൈനൽ സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ. അലൊക്കേഷൻ പീരിയോഡിക്കലി ആണ് നടത്തുക, അബ്സോർപ്ഷൻ കണ്ടിന്യൂസ്ലി നടത്തും. അലൊക്കേഷൻ സിമ്പിൾ പ്രോസസ് ആണ്, അബ്സോർപ്ഷൻ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. ഇതൊക്കെയാണ് അലൊക്കേഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തതാണ് ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ബഡ്ജറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ്. ബഡ്ജറ്ററി കൺട്രോൾ പാസ്റ്റ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ബഡ്ജറ്ററി കൺട്രോളിന് ഒരു മിനിമം ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ടാർഗറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. ബഡ്ജറ്ററി കോസ്റ്റ് കൺട്രോളിൽ ഡസ് നോട്ട് റിക്വയർഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരിക്കില്ല ബഡ്ജറ്ററി കൺട്രോളിൽ.
സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരിക്കും. ബഡ്ജറ്റ് ടോട്ടലിലാണ് എക്സ്പ്രസ് ചെയ്യുക, എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പെർ യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് അപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും ബഡ്ജറ്ററി കൺട്രോൾ അപ്ലിക്കബിൾ ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ബഡ്ജറ്റ് കൺസിഡർ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൺസിഡർ ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ മാത്രമാണ്. എല്ലാ ഡിഫറൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.